ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നാസിക്കിൽ നല്ല തണുപ്പാണ്. എല്ലാവർക്കും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസാണ്. വൈറൽ ഫീവർ, ചുമ, കഫക്കെട്ട്, പിന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ മോൾക്കും പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി വിറ്റാമിൻ, മിനറൽസ്, കാൽഷ്യം, അയൺ എല്ലാം അടങ്ങിയ ഒരു ഹെൽത്ത് പൗഡറാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ബെനിഫിറ്റ്സും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസും ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഈ ഹെൽത്തി പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ബെനിഫിറ്റ് ഞാൻ പറയാം. ഇപ്പോൾ ഇത് കസ്കസാണ്. നമ്മൾ സാധാരണ മസാലയിൽ ഗരം മസാലകളാണ് ഇത് യൂസ് ചെയ്യണത്. പക്ഷേ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇത് ബോൺ ഹെൽത്തിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. ഡൈജഷൻ, പിന്നെ ഇഷ്ടം പോലെ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ബോണിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഇതിൻ്റെ റെഗുലർ യൂസ്. അപ്പോൾ കസ്കസാണ് നമ്മുടെ ഒരൈറ്റം. ഇനി ഇത് മക്കാണ എന്ന് പറയും ഇവിടെ, ലോട്ടസ് സീഡ്സ്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ നന്നായി ഡൈജഷൻ നടക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ, അതായത് മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുപോകാനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിനകത്ത് ഒരുപാട് കാൽഷ്യം ഉണ്ട്, അയൺ ഉണ്ട്. പിന്നെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനും ഈ ലോട്ടസ് സീഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെഗുലർ യൂസ് വഴി നമുക്ക് വെയിറ്റ് ലോസ് വരെ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നമ്മുടെ ബദാം ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻ ഇയും വിറ്റാമിൻ B2 ധാരാളം അടങ്ങിയതാണ് നമ്മുടെ ബദാമിൽ. ബോൺ ഹെൽത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് കാഷ്യൂ നട്ടാണ്. കാഷ്യൂ നട്ടിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റിച്ച് ഫൈബർ, പ്രോട്ടീൻ, ഫാറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ റെഗുലർ യൂസിൽ ഇത്രയും ബെനിഫിറ്റ് നമുക്ക് കാഷ്യൂ നട്ട് കൊണ്ട് കിട്ടുന്നതാണ്. അടുത്തത് പിസ്തയാണ്. പിസ്തയിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യിക്കാൻ ഇതിൻ്റെ റെഗുലർ യൂസ് സഹായിക്കും. പിന്നെ നമ്മുടെ ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും പിസ്ത വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറച്ചിട്ട് വെയിറ്റ് ലോസ് നും ഈ പിസ്ത റെഗുലറായി യൂസ് ചെയ്താൽ സാധ്യമാകുന്നതാണ്. ഇനി ഇത് നമ്മുടെ എള്ളാണ്. വെളുത്ത എള്ളാണ് ഞാൻ എടുത്തേക്കണേ. ഇതിനകത്ത് ഒരുപാട് ഹെൽത്തി ഫാറ്റ്സും ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീൻ, വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട്. മിനറൽസും ഉണ്ട്. റിച്ച് ഇൻ കാൽഷ്യമാണ്. ഇതും വളരെയധികം ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഈ ഹെൽത്ത് പൗഡർ ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല ഒരു ചോക്ലേറ്റിൻ്റെ മണവും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കൊക്കോ ബീൻസാണ്. കൊക്കോ ബീൻസ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കൊക്കോ മുറിച്ച്, നല്ല പഴുത്ത കൊക്കോ മുറിച്ച് അതിനകത്ത് സീഡ് എടുത്ത്, ആ സീഡിൻ്റെ ഒരു ഔട്ടർ കവറിങ്ങും ഉണ്ട്. അത് കളഞ്ഞ് ഉണക്കിയെടുത്തതാണ് ഈ കൊക്കോ ബീൻസ്. ഈ കൊക്കോ ബീൻസിൽ ഒരുപാട് ഹെൽത്തിന് സഹായിക്കുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കുന്നുണ്ട്. BP കുറയ്ക്കാനും ആൻറ്റി ഓക്സിഡൻസും റിച്ച് അയൺ കണ്ടൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൊക്കോ ബീൻസ് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയായിരിക്കണമെന്ന്. ഇതാണ് കൊക്കോ പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കൊക്കോയുടെ കുരു.
ഈ കുരു ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഉണക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ഔട്ടർ കവറിങ് കളഞ്ഞാൽ നമുക്ക് കൊക്കോ സീഡ്സ് കിട്ടുന്നതായിരിക്കും. ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൊക്കോ പൗഡർ കിട്ടും നാച്ചുറൽ. അടുത്തത് നമ്മൾ ചേർക്കുന്നത് ഫ്ലാക്സ് സീഡ്സ് ആണ്. ഇത് മലയാളത്തിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഇവിടെ ജവായിന്നോ ജവാസെന്നോ എന്താണ്ടാണ് ഇവിടെ പറയുക. ഇതിനകത്തും ഫ്ലാക്സ് സീഡ്സിൽ ഒരുപാട് ന്യൂട്രിയൻസും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറയ്ക്കാൻ ഇതിൻ്റെ റെഗുലർ യൂസ് സഹായിക്കും. പിന്നെ ജോയിൻറ്റ് പെയിനെ കുറയ്ക്കും, ഡൈജഷൻ ഇമ്പ്രൂവ് ആക്കും. പിന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. ക്യാൻസറിനെ വരെ തടയാനുള്ള ഗുണങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് ശർക്കരയാണ്. ഇത് ശർക്കരയുടെ പൗഡറാണ്. ശർക്കര എല്ലാവർക്കും അറിയാം, ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നതാണ് ശർക്കരയിൽ. പിന്നെ ഈ ശർക്കര കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജി കിട്ടാൻ ശർക്കരയുടെ ഉപയോഗം വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അനീമിക് ആയവർ ഇത് റെഗുലറായി യൂസ് ചെയ്യണം, അയൺ കണ്ടൻറ്റ് ധാരാളം ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും ശർക്കര ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണത് നമ്മുടെ വീറ്റ് ഫ്ലവറാണ്, ആട്ട, വീട്ടിൽ പൊടിച്ചെടുത്ത ആട്ടയാണ്. ഇതിനകത്ത് അറിയാലോ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിനും ഫാറ്റും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഒരു ടേസ്റ്റിനും മണത്തിനും വേണ്ടി ഇത് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് സെപ്പറേറ്റായി റോസ്റ്റ് ചെയ്തതിന് ശേഷം ഓരോന്നായി പൊടിച്ചെടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി ഓരോന്നായി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം ഓരോന്നും നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല ഫൈനായി പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓരോന്നും ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്ത് എല്ലായിട്ടും പൊടിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പൗഡർ ഒരിക്കലും കേടാവില്ല. ഫ്ലാക്സ് സീഡ് വറുത്തെടുക്കുമ്പോൾ ചെറുതായി ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. അത് പിന്നെ അധികം നേരം വെക്കരുത്, അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എള്ളും കസ്കസും നമ്മൾ ഒരുമിച്ചിട്ടാണ് വറക്കണത്. വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം വറക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കസ്കസ് ഏറ്റവും എളുപ്പത്തിൽ കരിയും. ലാസ്റ്റായി നമ്മുടെ ആട്ടപ്പൊടിയും കൂടെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മൾ റോസ്റ്റ് ചെയ്തു. ഇനി ഇത് പൊടിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 ഏലക്കയും കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. എല്ലാം പൊടിച്ചെടുത്ത് റെഡി ആയിട്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ബൂസ്റ്റിംഗ് എനർജി ബൂസ്റ്റിംഗ് പൗഡർ റെഡി ആയിരിക്കുകയാണ്. ഇനി ഹോർലിക്സും ബൂസ്റ്റിനും ഒക്കെ നമുക്ക് ബൈ ബൈ പറയാം. ഇത് ഒരു എയർ ടൈറ്റായിട്ട് ഡബ്ബയിലിട്ട് വെച്ച് നമുക്ക് പാലിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്.
മെനോപോസ് എടുത്ത സ്ത്രീകൾക്ക് ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും വെയ്റ്റ് ഗെയിനും എല്ലാം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നമുക്കിതൊരു എയർ ടൈറ്റ് ഡബ്ബയിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് പൗഡർ റെഡിയായി. ഇനി നമുക്കൊന്ന് പാലിലിട്ട് കുടിച്ച് നോക്കാം. ഒരു ഗ്ലാസ് പാലിലേക്ക് 1 സ്പൂൺ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് മധുരത്തിന് നമ്മൾ വളരെ കുറച്ച് ശർക്കരയെ ചേർത്തിട്ടുള്ളൂ, പിന്നെ മിൽക്ക് പൗഡറിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മധുരം കൂടി ആവശ്യം വരും. പഞ്ചസാര നമ്മൾ യൂസ് ചെയ്യണില്ല. പഞ്ചസാര എപ്പോഴും കുറയ്ക്കുന്നതാണ് നല്ലത്. പഞ്ചസാര വൈറ്റ് പോയ്സൺ എന്നാണ് പറയണത്. നമ്മൾ ശർക്കര തന്നെയാണ് ഇടണത്. ഞങ്ങൾ ചായയ്ക്കും അധികവും ശർക്കര തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.